ബാലു ഈ കഥ കേൾക്കുന്നു. ബാലുവിന്റെ ഒരു കഥാപാത്രം ഏത് കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്? കഥാപാത്രം ഏത് ടൈപ്പാണ്? ഏത് ടൈപ്പ് കഥാപാത്രമാണ്? വളവിൽ കുറെ അതിൽ ഏത് ടൈപ്പ് കഥാപാത്രമാണ് പിടിച്ചിരിക്കുന്നത്? ഏത് ടൈപ്പ് കഥാപാത്രം? ഇപ്പൊ അച്ചുവിന്റെ നമ്മള് എല്ലാവരും ഒരു 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 ഗ്യാങ്ങിലുള്ള ആൾക്കാരാണ്. കല്ലേലി എന്നുള്ള സ്ഥലത്തിലുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള ഒരു A&A ഓഡിയോ ആൻഡ് വീഡിയോ കാസറ്റുകൾ നടത്തുന്ന ആൾക്കാരാണ്. പാർട്ട്ണർഷിപ്പ് നടത്തലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. അമ്പാടി എന്നാണ് എന്റെ മോഡേൺ ആണ്. ഞാൻ ഇത്തിരി കുറച്ച് മോഡേൺ ആണ്. അത് കണ്ടിട്ട് ഞങ്ങളുടെ പണിക്കാരും മോഡേൺ ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു 90s നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ളൊരു പഴമയുടെ ഒരു ഫ്രഷ്നെസ് ഇതിനകത്തുണ്ട്. എനിക്ക് ആക്ച്വലി ഈ സിനിമയിലേക്ക് എനിക്ക് ഭയങ്കര ഇന്നാവുള്ളൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലമായി ഭയങ്കര രസമുള്ളൊരു യക്ഷിപ്പടമൊക്കെ കണ്ടിട്ട്. യക്ഷിപ്പടം എന്നൊക്കെ നമ്മൾ പണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് അത് ആഘോഷിച്ചിട്ടുണ്ട്, യക്ഷിപ്പടങ്ങളെല്ലാം. പക്ഷെ ഒരുപാട് കാലമായി അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് മലയാളികൾക്ക് കിട്ടിയിട്ട്, ഇത്രയും ക്വാളിറ്റിയിൽ നമുക്കൊരു സാധനം കിട്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കാലഘട്ടത്തിലൊരു സംഭവം ഇത്രയും ക്വാളിറ്റിയിൽ ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിന് മുമ്പിൽ നമുക്ക് കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സുമതി വളവ് നമ്മൾ ട്രിവാൻഡ്രത്താണ്, നമ്മൾ പാലക്കാടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സുമതി വളവ് നമ്മൾ അവിടെ ചിത്രീകരിക്കുകയാണ്. അതിൻ്റെ ഒരു ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ഇവനൊന്ന് പറഞ്ഞോട്ടെ ഇവനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞു. അതല്ലേ ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം പറഞ്ഞു. ഞാനിപ്പോ പറഞ്ഞത് ഞാൻ അച്ചു പറയുന്നത് എനിക്കത് മുള്ളാൻ പോണം. ബോളിലേക്ക് പോണം, ഇനി ഭക്ഷണം കഴിക്കാൻ ഇനിയും പറഞ്ഞോട്ടെ. സൗണ്ട് വന്നപ്പോ കൈമുക്കിയതാ. എന്നാലും പറയാൻ പറ്റുള്ളൂ. ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ ക്ലാരിറ്റി വരുമല്ലോ എങ്ങനെ ഇരിക്കും. അപ്പൊ അതില് വിഷ്ണു ചേട്ടൻ തന്നൊരു ക്ലാരിറ്റി എന്ന് വെച്ചാല്, നമ്മൾ പണ്ട് മലയാള സിനിമ കണ്ടൊരു രീതിയില്ലേ, അതിപ്പോ മിസ്സിംഗ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങില്, പാറ്റേൺ ഓഫ് മേക്കിങ്ങില് പുതിയ ടെക്നോളജി കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഇത് പറഞ്ഞപ്പോ അത് ആഡ് ചെയ്യാൻ തോന്നിട്ട് പറഞ്ഞു. അത് ശരിക്കും കേട്ടോ, ഒരു 90s ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സിനിമയുടെ ഒരു പാറ്റേൺ ഓഫ് മേക്കിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. പക്ഷെ പുതിയ രീതിയിലുള്ള ടെക്നോളജി എല്ലാം നമുക്ക് പുതിയതുണ്ട്, അതിന്റെ എല്ലാ സഹായം നമുക്കുണ്ട്. പക്ഷെ ആ സമയത്ത് കാണുന്ന ഒരു സിനിമയുടെ ഒരു സുഖം ഉണ്ടാവും. ഒരിക്കലും നമ്മൾ മറ്റേ ഇത് ഒരു സുമതി വളവ് ഇത്രയും പൈസ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കോൺസറിങ് പോലത്തെ ഒരു പടം എന്നുള്ള രീതിയിലുള്ള പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതല്ല, ഒരു പ്രോപ്പർ നമുക്ക് പണ്ട് കാണുന്ന ഒരു യക്ഷിപ്പടത്തിന്റെ ഒരു യക്ഷിക്കഥ നമ്മളുടെ യക്ഷിക്കഥ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഒരു സിനിഫൈൽ ഓഡിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കണക്ട് ആവുന്ന രീതിയിൽ അവർ കണ്ടു മറന്നേക്കുന്ന ഒരു സ്റ്റോറി ടെല്ലിങ്, അത് ഇന്നത്തെ ടെക്നോളജി വെച്ച് നമ്മളത് ഈ സുമതി വളവിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി കുറെ സമയങ്ങൾ നിങ്ങൾ എടുത്തിരുന്നു. നമ്മൾ കുറെ സമയം എടുത്തു, എന്നിട്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. അല്ല, കാരണം നമ്മൾ ഓൾറെഡി ഇത് പല ആൾക്കാരെയും ആ റിയൽ സ്റ്റോറി നമ്മൾ ഒന്നാമത് തന്നെ ഇതൊരു ഫിക്ഷണലായിട്ടും മിത്തായിട്ടുമാണ് ഞാൻ ഈ കഥ തന്നെ കൺസീവ് ചെയ്തേക്കുന്നത്. ദ ഫസ്റ്റ് വേർഷൻ, ദ OG. അപ്പോൾ അത് അതിൻ്റെ റിയാലിറ്റി ഇപ്പോഴും എന്താണ്, അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അഭിലാഷേട്ടൻ സുമതി വളവിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്ലൈൻ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒറിജിനൽ OG സ്റ്റോറി അല്ല വിഷ്ണു. ഞാൻ ഉദ്ദേശിക്കുന്ന ആ വളവും ആ വളവിലെ ഇൻസിഡൻസ് തന്നേക്കുന്ന ഇൻസ്പിറേഷനും മാത്രമാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹുക്ക് ഫാക്ടറായിട്ട് തോന്നി. പിന്നെ അതിൻ്റെതായിട്ടുള്ളൊരു സിനിമാറ്റിക് എലമെന്റ്സും കാര്യങ്ങളും, അതിൽ നിന്നും ഉണ്ടായ ഒരു ഗ്രാമം, ഒരു ടോട്ടൽ കംപ്ലീറ്റ്. മറ്റേ കഥ ഓൾറെഡി നമ്മളിപ്പോൾ സിനിമ ചെയ്താൽ അത് അറിയാലോ എല്ലാവർക്കും. രത്നാകരൻ എന്ന് പറയുന്ന ഒരാള് സുമതിയെ വളവ് വെച്ച് കൊന്നു. പിന്നെ അതേ നടന്ന കഥ റിയൽ സ്റ്റോറി, എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറി. അപ്പോൾ അതൊരിക്കലും സിനിമ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ആളിലേക്ക് ഇപ്പം ജീവിച്ചിരുന്നു, അവരുടെ ഫാമിലി ഇന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കഥ ഫോളോ ചെയ്യേണ്ട, പുതിയൊരു കഥ ഉണ്ടാക്കുക, അതിലേക്ക് ഈ വളവിനെ പ്ലേസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മൾ ഈ യക്ഷിക്ക് കൊടുത്തേക്കുന്ന ഒരു എക്സ്പ്ലനേഷനും വേറൊരു സ്റ്റോറിയാണ്, ഡിഫറെന്റ് സ്റ്റോറിയാണ്. ഒരിക്കലും സുമതിയുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്. അവിടെ ഒരിക്കലും യഥാർത്ഥ സുമതി വളവിൽ ആ മരിച്ച സുമതിയുടെ കഥയല്ല,
പറയുന്നത്. ഇത് പേരാണ് അവിടെ ഉള്ളത് അല്ലെ, പേര് സുമതി വളവ് എന്നുള്ള ആ പേര് വളവിലുണ്ടായ ചെറിയ രസകരമായിട്ടുള്ള ഇൻസിഡൻസും നമ്മൾ എടുത്തിട്ടുണ്ട്, അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു 98% ഇത് തന്നെയാണ്. വേറെ കുറെ പേരുകൾ ഇപ്പൊ സുമതി എന്നുള്ള മാറ്റി അവിടെ വേറെ കുറെ പേരുകൾ വെച്ച് ഇങ്ങനെ ആലോചിച്ച് ചോദിച്ചു, ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, കിട്ടുന്നില്ല. ഈ പേര് ഇങ്ങനെ മൈൻഡിൽ കിടക്കാണല്ലോ, അവൻ അത് തന്നെ പോവാം. ആക്ച്വലി ആ വളവാണ് എടുത്തേക്കണ, പേരല്ല. ആ വളവ് അല്ല, അത് അഭിലാഷ് പിള്ള അറിയാലോ വളവ്. അതിന് അഭിലാഷ് പിള്ളക്ക് വളവിൽ എന്താ പ്രത്യേകത? വേറെ വളഞ്ഞ വഴി ഉണ്ടോന്ന് ചോദ്യം. 10 വളം നിട്ടാണ് അല്ലേ? ഈ സൗണ്ട് ഇപ്പം കുറച്ച് ദിവസമായോ ഇങ്ങനെ? സൗണ്ട് എന്താണ് പറ്റിയത്? ഒരു മൂഡ് അനുസരിച്ച് കളഞ്ഞാണല്ലോ. എന്താ ഒരു ഹെക്ടിക് ഷൂട്ടിംഗ് സമയത്ത് പിടിക്കട്ടെ അത് അതിന്റെ ഷൂട്ടിംഗ് അത് തന്നെ പറഞ്ഞു പകുതി സൗണ്ട് പോയി. ചത്താപ്പച്ച എന്ന പടത്തിന്റെ നല്ല ഇടി കൊണ്ടിട്ട് കാറിട്ടേ ഫൈറ്റ് സീനാണോ? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഫൈറ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ 6 ദിവസമായി. ഓ, ഇനിയൊരു ഓഗസ്റ്റ് വരെയൊക്കെ ഉണ്ടാവും. അന്നേരം ഫൈറ്റ് ആണോ? ബാക്കി സീൻസ് എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ വലിയ ഒരു സിനിമയാണല്ലോ അത് അല്ലേ? വലിയ പടം എന്ന് വെച്ചാൽ ഒരു വലിയ പടമാണ്. പക്ഷെ ഇതില് ഒരു WWE എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന് ഷൂട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഭയങ്കര വലിയ ഫൈറ്റ് സീനൊന്നും അല്ല, പക്ഷെ ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആ പടത്തിൽ അഭിനയിച്ച എല്ലാവരും പ്രോപ്പർ ഡയറ്റും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഷൂട്ട് തുടങ്ങുന്നതല്ലേ? നടുന്തലി തൊണ്ടൊക്കെ പോയി കറക്റ്റാ പറഞ്ഞ ഇടികൊണ്ട് വെച്ച പോയതാ. ഇടികൊണ്ട് വെച്ച പോയതല്ലേ? അമ്മേ അമ്മേ വിളിച്ച് പക്ഷെ ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നല്ല സൗണ്ട്, ഈ സുമതി വളവ് വരുമ്പോൾ സൗണ്ട് ആ സമയം നമുക്ക് അതിന് കൊടുക്കാം. ഇപ്പൊ നമുക്ക് സുമതി വളവിൽ തന്നെ ഇരിക്കും. അപ്പൊ ആ സൗണ്ട് ഒന്നും കൂടെ സുമതി വളവിലേക്ക് നമുക്ക് വരാം. അതാ പറഞ്ഞത്. ചോദിക്ക്. അല്ല, സുമതി വളവിലേക്ക് വരുമ്പോ സൗണ്ട് ഒന്നും കൂടെ ഒന്ന് അപ്പാവണമെന്ന് ഞാൻ പറഞ്ഞു. ചോദിക്കാന്ന് അപ്പാവണമെന്നാ പറഞ്ഞു. ചോദിക്ക് മുതലാളി അതിനെന്തൊക്കെ പോട്ടെ. കുറെ 5 സോങ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങിയ ഒരു പാട്ട് ഞാൻ ഡാൻസ് ചോദിച്ചു വാങ്ങിയതാ. അപ്പൊ അതിൽ ഞാൻ ഇന്ന് നമ്മളെ ഈ സുമതിമാരുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അവർക്ക് കുറെ പേർക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഡാൻസ് മോഹിച്ചു വന്നവർക്ക് ഡാൻസ് കൊടുത്തില്ല. ഡാൻസ് ചെയ്യാൻ ഒരു മിനിറ്റ് പറയട്ടെ. അല്ല, സുമതിനെ പറ്റി സംസാരിക്കണം പറഞ്ഞോ? തീർക്ക്. ഞാൻ തീർക്കള്ള പറഞ്ഞു. അവർക്ക് ഡാൻസ് മോഹിച്ചു വന്നവർക്ക് ഡാൻസ് കൊടുത്തില്ല. അങ്ങനെ 2 പേര് വളരെ ഡാൻസുകാരും കൂടെയാണ് അവർക്ക് കൊടുത്തത്. അതാരൊക്കെയാ? ഫോർ എക്സാമ്പിൾ അടുത്ത പറയാം. പിന്നെ ഗോപിക്കും കൊടുക്കാൻ പറ്റിയ സീക്വൻസ് ഗോപിക്കും ജോയിക്കും ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, അത് കൊടുക്കാൻ പറ്റിയ സീക്വൻസ് അല്ലാത്തോണ്ട് അവർ യക്ഷിയായിട്ടാ വന്നതെന്നല്ല ഡാൻസ്. അമ്പലപ്പാട്ടിനകത്ത് അത് യക്ഷിയായിട്ട് പുറകെ കൂടെ പോയി. അവര് പ്രൊമോഷൻ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവര് പ്രൊമോഷനിൽ നമ്മൾ അതിനുവേണ്ടി പ്രൊമോഷനിൽ മനസ്സിലാക്കി ഡാൻസ് കളിക്കുന്നത്. പ്രൊമോഷൻ ഇവൻ ഡാൻസ് കളിച്ചില്ലല്ലോ, വന്നില്ലല്ലോ. അതുകൊണ്ട് പ്രൊമോഷൻ കളിക്കുന്നില്ല. ആ ഒരു സോങ്ങില് ഗംഭീരമായിട്ട് ഡാൻസ് നിങ്ങൾ 2 ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ടിങ് കൂടെയാ ആ സോങ്. അതൊരു ബ്രേക്ക്. ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടു, ഒരു സീനുമില്ല മച്ചാനെന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റർ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.